ഇന്ന് ഞാൻ മാതൃഭൂമിയിലൊരു വാർത്ത വായിച്ചു. മാതൃഭൂമിയിലെ വാർത്ത ഏക സിവിൽ കോഡിനെ സുപ്രീം കോടതി അനുകൂലിക്കുന്നു എന്നാണ് ആ വാർത്ത ഉള്ളത്. ഏക സിവിൽ കോഡിനെ അനുകൂലിച്ച് സുപ്രീം കോടതി. നിങ്ങൾക്ക് ഈ സ്വത്ത് സ്ത്രീകൾക്ക് പകുതി സ്വത്തേ കിട്ടുള്ളൂ പുരുഷൻ്റെ, അതുമായി ബന്ധപ്പെടുന്ന ഒരു ഹർജി സുപ്രീം കോടതിയിലെത്തി. അപ്പോൾ സുപ്രീം കോടതി പ്രശാന്ത് ഭൂഷൺ എന്ന അഭിഭാഷകൻ ചോദിച്ചു, ഇതിലൊരു മാറ്റം വേണമല്ലോ, പകരം എന്താ ചെയ്യുക, അങ്ങനെയാണെങ്കിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാം എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. നമ്മുടെ രാജ്യത്ത് വലിയൊരു വിവാദമായ ഒന്നാണ് ഈ ഒരു ഏക സിവിൽ കോഡ്. ഈ ഏക സിവിൽ കോഡ് നടപ്പിലാക്കി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? നമ്മുടെ രാജ്യത്ത് രണ്ട് നിയമങ്ങളുണ്ട്, ഒന്ന് സിവിൽ നിയമങ്ങൾ, രണ്ട് ക്രിമിനൽ നിയമങ്ങൾ. ഈ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഇസ്ലാമിക ശരീഅത്തിൽ എല്ലാത്തിലും നിയമങ്ങളുണ്ട്. ഇസ്ലാമിക നിയമത്തിലും ഉണ്ട്, സിവിൽ നിയമങ്ങളുണ്ട്, ക്രിമിനൽ നിയമങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു മുസ്ലിമും ഇസ്ലാമിക ശരീഅത്തിലെ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കലില്ല. അതായത് മോഷ്ടിച്ചവൻ്റെ കൈവെട്ടുക, വ്യഭിചരിച്ചവനെ കല്ലെറിയുക, മദ്യപിച്ചവന് ചാട്ടവാറടി, ഇങ്ങനെ ഒരു നിയമം നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ഇല്ല. നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ അംഗീകരിക്കുന്നൊരു നിയമം ക്രിമിനൽ നിയമമായതാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ നിയമമാണ്. എന്നാൽ അതേസമയം നമ്മുടെ സിവിൽ നിയമങ്ങളുണ്ട്. സിവിൽ നിയമം ഹിന്ദുവിന് ഹിന്ദുവിൻ്റെ നിയമം, ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടെ മതത്തിൻ്റെ നിയമം, മതമില്ലാത്തവൻക്ക് രാജ്യത്തിൻ്റെ പൊതു നിയമം, മുസ്ലിമിന് മുസ്ലിം വ്യക്തി നിയമം. ഇങ്ങനെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലൂടെ ജീവിക്കാനുള്ളൊരു അവകാശം ഇതുവരെ ഭരണഘടന തന്നിരുന്നു. പക്ഷേ പലപ്പോഴും ഈ നിയമം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും സ്ത്രീകൾക്ക് ഒരുപാട് നിയമപരിരക്ഷ കിട്ടാതാവുകയോ അല്ലെങ്കിൽ വിവേചനം ഉണ്ടാക്കുകയോ ചെയ്യുമ്പോഴാണ് കോടതി ഇങ്ങനെയൊരു നിരീക്ഷണമൊക്കെ നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നാളെ ഏതെങ്കിലും ഒരു കാരണവശാലും നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതി തീരുമാനിക്കുക അല്ലെങ്കിൽ ഭരണകൂടം തീരുമാനിക്കുകയാണ് ഏക സിവിൽ കോഡ് മതി, മുസ്ലിങ്ങൾക്ക് എന്ത് പ്രശ്നം? മുസ്ലിങ്ങൾ അതിനെയും അതിജീവിക്കും. അത് കാട്ടിയിട്ട് പേടിപ്പിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ വരുന്നൊരു പ്രശ്നം, രണ്ട് വിവാഹം കഴിക്കാൻ പാടില്ല. മുസ്ലിങ്ങളെല്ലാവരും രണ്ട് വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കണവരല്ലല്ലോ. നിലവിൽ കഴിച്ചവർക്ക് പ്രശ്നം ഉണ്ടാവില്ല, നിലവിൽ കഴിച്ചവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല ഏക സിവിൽ കോഡ് വന്നാൽ. പിന്നെ വേറൊരു കാര്യം വരുന്നതാണ്, സ്വത്ത് വിഭജനം കൊടുക്കുന്നിടത്ത് ആൺപെൺ വ്യത്യാസം ഉണ്ടാവില്ല. ആയിക്കോട്ടെ, എന്താ പ്രശ്നം? എല്ലാ ആണിനും പെണ്ണിനും ഒരേപോലെ മരണപ്പെട്ടു പോയ പിതാവിൻ്റെയും മാതാവിൻ്റെ സ്വത്ത് കിട്ടട്ടെ, അതുകൊണ്ട് എന്താ പ്രശ്നമുള്ളത്? പിന്നെ വിവാഹം എന്നുള്ളത് പള്ളിയിൽ രജിസ്റ്റർ ചെയ്താലും സർക്കാർ ഓഫീസ് രജിസ്റ്റർ ചെയ്യണം, ഹൈക്കോർട്ട് രജിസ്റ്റർ ചെയ്യാലോ. ഇപ്പോഴും ചില കാര്യങ്ങൾക്ക് നമുക്ക് പാസ്പോർട്ട് കിട്ടാനും മറ്റും അങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടി വരുമല്ലോ. പലരുടെയും ധാരണ പള്ളിക്കാട്ടി കബറടക്കില്ലെന്ന്. പള്ളിക്കാട്ടി തന്നെ കബറടക്കാം. സ്വത്തിൻ്റെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ ഡിവോഴ്സ് ചെയ്യാൻ രാജ്യം പറയുന്ന കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ മതി. ഇസ്ലാമിക നിയമങ്ങൾ പറയുന്നത് തന്നെയാണ് രാജ്യം പറഞ്ഞിട്ടുള്ളത്. ഏക സിവിൽ കോഡ് വന്നതെന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പീഡിപ്പിക്കുന്നുമുണ്ട്. ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം.